എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ അസീസ്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ 3 വർഷമായി വന്നിട്ട്. ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് എൻ്റെ സുഹൃത്തായ ചെറൂർ സാറിൻ്റെ അനുജൻ മജീദ് സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ എന്താണെന്നൊന്നും അറിയില്ല. സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എന്നോട് എൻ്റെ ID ചോദിച്ചു. ഞാൻ പേഴ്സന്ന് ID എടുത്തു കൊടുത്തു. അടിച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് നാളെ മീറ്റിംഗ് ഉണ്ട് മലപ്പുറത്ത്, അതിന് പോകണം എന്നാണ്. സത്യത്തിൽ ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് ശരിക്കും അറിയില്ല. സുഹൃത്ത് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് സാധനം എടുത്തു കൊടുക്കുമല്ലോ, അതേപോലെ എടുത്തു കൊടുത്തതാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ കണ്ട് 3-4 മീറ്റിങ്ങിൽ പങ്കെടുത്തു, തിരിച്ചു പോയി. പിന്നീട് ഒരു ദിവസം ഒരു സ്ത്രീ ഇവിടുന്ന് പറയുന്നത് കേട്ടു, എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെട്ടു. എന്തിനാ വെച്ചാൽ തലയണമിൽ ഈ എണ്ണിട്ടിട്ട് കാറി മണക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. തലയിൽ മുടി കൊഴിച്ചിട്ട് താരന് ശല്യമുണ്ടായിട്ട് അതിന് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളെ കുറേ പേരുകൾ പറഞ്ഞു ആ സ്ത്രീ. അത് കേട്ടപ്പോൾ എൻ്റെ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഭാര്യയ്ക്കും അതേപോലെ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അങ്ങനെ ഞാനും വാങ്ങി മഹാഭൃംഗരാജ്. അത് ഉപയോഗിച്ചതിന് ശേഷം വളരെ ഉഷാറായിട്ട് മുടി കൊഴിച്ചിട്ട് താരനൊക്കെ പോയി ചെയ്തു. അതിലൂടെ ഞാൻ ഇതിലേക്ക് കടന്നു വരാൻ വിചാരിച്ചതല്ല. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും ഭാര്യ അതേപോലെ മറ്റുള്ളവരോടും പറഞ്ഞപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ കുറേ ആൾ വാങ്ങി. അത് അറിയാതെ ഞാൻ അതിലേക്ക് എടുത്ത് ചാടി. അങ്ങനെയാണ് എത്തിപ്പെട്ടത്. 1 വർഷമായി. അപ്പോൾ ആ ഉൽപ്പന്നം തന്നെ ഞാൻ കണ്ടമാനം എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു. ഇതാണ് എനിക്കുണ്ടായ അനുഭവം. അത് എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇതിൽ ആദ്യമായിട്ട് ഇന്ന് കടന്നു വന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങുക, ഇതിൽ ഉപയോഗിച്ച് അതിൻ്റെ 100% ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കടന്നു വരിക. അതിലൂടെ ഏതായാലും നഷ്ടം വരില്ല. പുറത്തുനിന്ന് ഏതായാലും സാധനം വാങ്ങേണ്ടത് നമ്മുടെ കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങുക. പിന്നീട് നമ്മുടെ ലിക്വിഡ് ഐറ്റംസുകൾ എല്ലാ സാധനവും വാങ്ങി ഉപയോഗിക്കൽ തുടങ്ങി. ഇപ്പൊ വളരെ ഹാപ്പിയാണ്, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇതിൽ നല്ലതുപോലെ പ്രവർത്തിച്ച് മുന്നേറാം. എല്ലാവരും മുന്നിട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മലയാളം. നമസ്കാരം. ഞാൻ വെറുതെ ഉള്ളിൽ ലാസ്റ്റ് സൈഡിൽ നിന്ന് ചീറ്റാക്കിട്ട് ഇങ്ങനെ ഒക്കെ നിൽക്കാൻ സമ്മതിക്കൂല. ഒരു വിളിച്ചിരിക്കാതെ എന്താ പറയാ, മത്സര മകനാണ്. ഇത്രയും കാലം നടന്നതിനും പിന്നെ കാക ചെയ്തി ഇപ്പോൾ ഫോണിൽ പരിപാടിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അല്ലാണ്ട് കാക സപ്പോർട്ട് ചെയ്ത് ഇപ്പം TC ഞങ്ങൾക്ക് എല്ലാവരും അടുത്തടുത്ത റാങ്കുകൾ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യട്ടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അല്ലേ. നെക്സ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഏരിയ ടീം കോർഡിനേറ്റർ റാങ്ക് ആണ്. ഇത്രയും ടീം കോർഡിനേറ്റർ ലീഡേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ടീം കോർഡിനേറ്റർ റാങ്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ ഫണ്ടിലും 2 മാക്സിമം അച്ചീവ് ചെയ്യുക. ആ റാങ്ക് അച്ചീവ് ചെയ്ത എല്ലാ ഏരിയ ടീം കോർഡിനേറ്റർ ലീഡേഴ്സിനെ വേദിയിലേക്ക് ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഓൾ ലീഡേഴ്സ്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെമീറ. കന്മലാണ് എൻ്റെ വീട്. ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് മൈനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു പണ്ടിന് ഒരു കുളിപ്പ് എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങളെ ലീഡേഴ്സ്, ഞങ്ങളെ ഇസ്മായിൽ സാറ്, ട്രില്യനേഴ്സ് അക്കാഡമിയുടെ അയാളൊക്കെ ഒരു മോട്ടിവേറ്റാണ് ഞാൻ എന്ത് ബിസിനസ്സിൽ നിൽക്കാനുള്ള ഏക കാരണം.
അൽഹംദുലില്ല ഫാമിലിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, എല്ലാവരും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ ഒരിക്കലും ഇതൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ജയ് മൈലേജ്. താങ്ക് യു മാഡം. എല്ലാവരും അടുത്ത റാങ്കുകൾ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു കാറ്റഗറി ലീഡേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ലീഡേഴ്സ് ആണ്. 7.5 ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1 to മാക്സിമം നമ്മൾ ആ റാങ്ക് എത്തുന്നത്. സുമിത്ര നമ്മൾ കറക്റ്റ് പറഞ്ഞല്ലേ, മാസ വരുമാനത്തിനും കൂടി എലിജിബിൾ ആയ ഒരു റാങ്കാണ്. DTS റാങ്ക് അച്ചീവ് ചെയ്ത് വന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും വേദിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഓൾ DTC ലീഡേഴ്സ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മുഹമ്മദ് കുട്ടി, കരുവാരൂർ സ്വദേശിയാണ്. ഈ ബിസിനസ് എൻ്റെ മൂത്ത മോളാണ് എനിക്ക് നൽകിയത്. STC റാങ്കിലിരിക്കുന്ന എൻ്റെ സൗജന്യമാണ്. അപ്പോൾ ഓക്കെ, ഈ ബിസിനസിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫാമിലിയും കൂടി ചെയ്യാൻ പറ്റണം. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. ഉൽപ്പന്നങ്ങളുടെ റിസൾട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. കാരണം എൻ്റെ വൈഫിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന 4 മാസം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റി. അതുപോലെ പല്ലുവേദന, മോണവേദന നീർക്കെട്ടുണ്ടായ എനിക്ക് വയസ്സ് 67 വയസ്സായിരുന്നു. ഞാൻ കരുതി വയസ്സായതുകൊണ്ടായിരിക്കും, പക്ഷെ അതല്ല. മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എല്ലാവരും പല്ല് പോകും, യാതൊരു സംശയമില്ല. അത് മാറ്റി ഞാൻ നമ്മുടെ കമ്പനിയുടെ മൈലേജിന്റെ ഓണാനോണിന്റെ ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി 5 വർഷമായി. ഇതുവരെ എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ അത് തന്നെയാണ്. എല്ലാവർക്കും ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഹെർബൽ പേസ്റ്റാണ് പറയാം. കാരണം അതിന്റെ റിസൾട്ട് അത്രത്തോളം പറയാനുണ്ട്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക്സ്. താങ്ക് യു സാർ. എല്ലാവരും നെക്സ്റ്റ് റാങ്കിലേക്ക് ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യട്ടെ നമുക്ക് ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അടുത്തൊരു റാങ്ക് എന്ന് പറയുന്നത് സോണൽ ടീം കോർഡിനേറ്റർ റാങ്ക് ആണ്. ഈ റാങ്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1 to മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്യുക. ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്ത് വന്ന എല്ലാ ഗ്രേറ്റ് സോണൽ ടീം കോർഡിനേറ്റർ ലീഡേഴ്സിനെയും വളരെ കൃത്യപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഓൾ ZTC ലീഡേഴ്സ്. പേര് ജാൻസൺ എന്നാണ്, കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയാണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ 17 വർഷത്തോളം ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് തന്നെയാണ് ഈ സംഭവം പരിചയപ്പെട്ടത്. അതായത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം പരിചയപ്പെട്ടത്. ഇപ്പം സാറ് പറയുന്ന സമയത്ത് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ബിസിനസ് ഉണ്ടെന്നുള്ളത് കണ്ടറിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇപ്പൊ ഇവിടെയുള്ള മാക്സിമം ആളുകൾ ഈ ചുറ്റട്ടത്ത് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ, ഓൾ ഓവർ ഇന്ത്യയിൽ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഏറ്റവും നല്ലൊരു കമ്പനിയുടെ പ്ലാനാണ് നിങ്ങളിന്ന് കേട്ടത്. അപ്പൊ പുതിയതായിട്ട് വന്ന ആളുകളോട് പറയാനുള്ളത്, മനസ്സിലാക്കുക. എന്തെങ്കിലും മനസ്സിലാവാണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന ആളോട് ചോദിക്കുക, ഏറ്റെടുക്കുക, പ്രവർത്തിച്ച് കഴിഞ്ഞാൽ 100% വിജയം ഉറപ്പുള്ള ബിസിനസ് ആണ്. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, ജയ്